ഹരി ഓം. എല്ലാ ഈശ്വരവിശ്വാസികൾക്കും ജ്യോതിഷ സ്നേഹികൾക്കും നമസ്കാരം. നാളെ 2026 ജനുവരി മാസം 4-ാം തീയതി ഞായറാഴ്ചയാണ്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ചില ഗ്രഹമാറ്റങ്ങളും യോഗങ്ങളും ഒക്കെ ഒത്തുചേരുന്ന ഒരു സുദിനമാണ് നാളെ. നമ്മുടെ ജീവിതത്തിൽ ധാരാളം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാറി സന്തോഷത്തിന്റെ ഒരു വെള്ളി തെളിച്ചം വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്നവരും കാത്തിരിക്കുന്നവരുമാണ് നമ്മൾ ഏവരും. ഭൂരിഭാഗം ആളുകൾ അത് തന്നെയാണ്. ദുരിതങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കില്ല ആരും. എപ്പോഴും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾക്ക് ഈശ്വരാധീനം കൊണ്ട് നാളെ സംഭവിക്കുവാൻ പോകുന്നത് ഒരു മഹാലക്ഷ്മി രാജയോഗമാണ്. അപ്പോൾ നാളത്തെ ദിവസം കൃത്യമായി പറഞ്ഞാൽ 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിധി പോലും വഴിമാറുന്ന ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചിന്തിക്കുന്നത്, അതായത് ജനുവരി 4 ഞായറാഴ്ച സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം ലഭിക്കുന്നത് നിമിത്തം ജീവിതം മാറി മറിയാൻ പോകുന്ന ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ലഭിക്കാൻ പോകുന്നതെന്നുമാണ്. പ്രധാനമായും 3 രാശികളിലായി വരുന്ന 9 നക്ഷത്രക്കാർക്കാണ് ഈ ഒരു രാജയോഗം നാളത്തെ ദിവസം ഗുണകരമായി വന്നു ചേരുന്നത്. അപ്പോൾ ഓരോ രാശിക്കാരെയും എടുത്ത് അവർക്ക് നാളെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അപ്പോൾ ഇതില് നമുക്ക് ജ്യോതിഷം എന്ന് പറയുമ്പോൾ ശ്രദ്ധ, വിശ്വാസം, ഭക്തി ഇതൊക്കെയാണ് വളരെയധികം അത്യാവശ്യമായിട്ടുള്ളത്. 2 വള്ളത്തിൽ കാൽ ചവിട്ടി നിൽക്കുന്ന പോലെ ചിന്തിച്ചു നിന്നാൽ ഈ പറയുന്ന ഗുണങ്ങളൊന്നും ലഭിക്കുകയില്ല. എപ്പോഴും നമ്മൾ കളങ്കമില്ലാത്ത ഒരു ഭക്തി ഏതു മനുഷ്യനിലുണ്ടോ അവനെയാണ് വിശ്വാസി എന്ന് പറയുന്നത്. ആ വിശ്വാസിക്ക് ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരില്ല എന്നത് എഴുതി തരാൻ ഞാൻ നിങ്ങൾക്ക്. അതുപോലെ അത്രത്തോളം ഭഗവാനെ നിങ്ങൾ അറിഞ്ഞു വിളിക്കുന്നു, എത്രത്തോളം വിളിക്കുന്നു അത്രത്തോളം വിളിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളും കോടീശ്വര പട്ടത്തിലേക്ക് എത്തിച്ചേരുമെന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. ചില വിഷമങ്ങൾ, ദുഃഖങ്ങൾ അതൊക്കെ ഉണ്ടാകും. മനുഷ്യ സഹജമാണ്. വിഷമമില്ലാതെ ഒരു മനുഷ്യരുമില്ല. പക്ഷെ ആ വിഷമത്തിൽ നിന്നും നിങ്ങളുടെ വിശ്വാസം ഉറച്ചതാണെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്നത് യാതൊരു വിധ സംശയത്തിന്റെയും ആവശ്യമില്ല. അപ്പോൾ ആദ്യമായി പറയുമ്പോൾ ഇവിടെ മഹാലക്ഷ്മി രാജയോഗത്തിന്റെ പൂർണ്ണമായ ഫലം അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ അല്ലെങ്കിൽ രാശിക്കാരിൽ ആദ്യത്തെ രാശിയായിട്ട് വരുന്നത് ചിങ്ങം രാശിയാണ്. അപ്പോൾ ചിങ്ങം രാശി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന നക്ഷത്രങ്ങള് മകം, പൂര, ഉത്രം. ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗമാണ്. അപ്പോൾ ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മരവിപ്പ് അവസ്ഥയുണ്ട്. ഏതൊക്കെ നല്ല സമയം വന്നെന്ന് പറഞ്ഞാലും അതൊന്നും എന്നും ജീവിതത്തിൽ നടക്കുന്നില്ലല്ലോ. ആകെ അങ്ങ് സങ്കടം, മാനസികമായി തകർച്ച, എവിടെ തിരിഞ്ഞാലും നെഗറ്റീവ് ചിന്തകൾ. അതാണ് പറഞ്ഞത്, നെഗറ്റീവ് ചിന്തകളാണ് ഒഴിവാക്കേണ്ടത്. ഇതിനെല്ലാം ഒരു അറുതി വരുന്ന ദിവസമാണ് നാളെ. നാളെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു വാഹന യോഗം തന്നെയാണ്. സ്വന്തമായ ഒരു വാഹനം എന്നത് എല്ലാ മനുഷ്യരുടെയും ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ്. അപ്പോൾ നിങ്ങളുടെയും ആ ഒരുപാട് നാളത്തെ സ്വപ്നം സഫലമാകാനുള്ള സാധ്യത കൂടുതലായി നാളെ കാണുന്നുണ്ട്. അതൊരു ചെറിയ വാഹനമാകട്ടെ അല്ലെങ്കിൽ വലുതാകട്ടെ, നാളത്തെ ദിവസം ആ ആഗ്രഹം സഫലമാക്കാനുള്ള യോഗം തെളിഞ്ഞു വരുന്നുണ്ട്. വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. പുതിയ വാഹനം വീട്ടുമുറ്റത്ത് എത്തുന്നതിന്റെ ആ ഒരു സന്തോഷം നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമതായിട്ട് സാമ്പത്തിക കാര്യങ്ങളാണ്. സാക്ഷാൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ പണപ്പെട്ടികളിൽ നിറയുന്ന സമയം കൂടിയാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യരിൽ പെട്ടെന്ന് അങ്ങനെ സംപ്രീതിയാകുന്ന ഒരു ദേവിയല്ല ലക്ഷ്മി. അതുകൊണ്ടാണ് ദാരിദ്ര്യം ഒരുപാട് ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ എത്രത്തോളം ഭക്തിയോടുകൂടി വിളിച്ചാലും ഒരു ചെറിയ തെറ്റ് ആ ഭക്തിയിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മളിൽ നിന്ന് ലക്ഷ്മി ദേവി പിണങ്ങിപ്പോവും. അതുകൊണ്ടാണ് എപ്പോഴും വീടും നമ്മുടെ ചുറ്റുപാടും ശുദ്ധിയാക്കണം, എപ്പോഴും രാവിലെയും വൈകിട്ടും മഞ്ഞൾ വെള്ളം തളിക്കണം എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവി നമ്മൾ ആവാഹിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ പോക്കറ്റ് കാലിയാകില്ല. അതിനകത്ത് എപ്പോഴും ധനം ധാരാളമായി നിറഞ്ഞു വരും. അപ്പോൾ നാളെ മുതൽ അങ്ങോട്ട് സാമ്പത്തികമായി വലിയൊരു ഉണർവ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട സമയമാണ്. നിങ്ങൾ ഇത്രയും ചെയ്യുക. തറ തുടയ്ക്കാറില്ലേ, നമ്മൾ എപ്പോഴും വീടിന് നിലം തുറയ്ക്കാറുണ്ട്. അത് കെമിക്കൽ വസ്തുക്കളൊന്നും ഉപയോഗിച്ച് തുറയ്ക്കാതെ കുറച്ച് പച്ചവെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടി ഇടുക, ഇതേപോലെ അല്പം ഉപ്പ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ആ നിലം തുടയ്ക്കുക. അത് വല്ലപ്പോഴും, അതായത് ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് അല്പം പനിയുടെ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ക്ഷമിക്കണം, അതുകൊണ്ടാണ് ശബ്ദം വല്ലാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുന്നതിന് മുൻപ് കുറച്ചൊരു മൊന്തയെടുത്ത് ആ മൊന്തയിൽ അല്പം ശുദ്ധജലം നിറയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നമ്മുടെ മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇടുക. ഇട്ടതിന് ശേഷം അതൊന്ന് കലക്കിയിട്ട് വീടിന് ചുറ്റും ഒന്നങ്ങ് തളിച്ചാട്ടെ.
ഒരു മാറ്റം ഉണ്ടാകുന്നതിൽ സംശയമില്ല. ലക്ഷ്മി ദേവി പതിയെ പതിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരും. ഇത് രാവിലെ മാത്രം ചെയ്താൽ പോരാ, വൈകുന്നേരം നമ്മൾ നിലവിളക്ക് തെളിയിക്കുന്നതിന് മുന്നേ ഉള്ള സമയം കൂടി ചെയ്യാമെങ്കിൽ നെഗറ്റീവ് ഇറങ്ങി പോകും. നെഗറ്റിവിറ്റി ഒരുപാടുള്ളത് കൊണ്ടാണ് പോസിറ്റിവിറ്റിക്ക് കടന്നു വരാൻ വരുന്നത്. അപ്പോൾ ആ പോസിറ്റിവിറ്റി കടന്നു വരണമെങ്കിൽ നെഗറ്റീവിനെ നമ്മൾ ദൂരെ കളയണം. അതിന് ഏതാണ് വഴി? ഈ പറഞ്ഞ മഞ്ഞൾ വെള്ളം തളിക്കുന്ന വഴി. അപ്പോൾ പല വഴികളിലൂടെ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് നാളെ നിങ്ങൾക്ക് ചിങ്ങൻ രാശിക്കാരായ ആളുകൾക്ക് ധനം വന്നെത്തേണ്ട സമയമാണ്. കടബാധ്യതകൾ കൊണ്ട് ആകെ തലകുനിച്ച് നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു സമാധാനത്തിന്റെ വഴി, കടബാധ്യതകൾ തീർക്കാനുള്ള വഴി നാളെ മുതൽ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്ന അതിഭാഗ്യ സമയമാണ്. മനസ്സ് എത്രത്തോളം പോസിറ്റീവായി വെക്കാൻ സാധിക്കുമോ അത്രത്തോളം മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം വെക്കുക. ദേവി എന്റെ വീട്ടിലേക്ക് വരും, എന്റെ ഗൃഹം തേടി ലക്ഷ്മി ദേവി വരും, എന്റെ വീട്ടിൽ ധനം നിറയും, എന്നിൽ ഐശ്വര്യം ഉണ്ടാകും എന്ന് മാത്രം ചിന്തിക്കുക. അത്രത്തോളം ഗുണം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചിന്തന നിമിത്തം വന്നു ചേരുന്നതാണ്. മറ്റൊരു കാര്യം നോക്കുന്നത് തൊഴിൽപരമായിട്ട് നേട്ടമാണ്. അതായത് കൂടെ നിന്ന് ചിരിച്ചു കാണിക്കുന്നവരാണെങ്കിൽ പോലും പിന്നിൽ നിന്ന് കുഴിവെട്ടുകയും കുത്തുകയും ചെയ്യുന്നവരാണ്. ശത്രുക്കൾ ഒരുപാടുണ്ട്, അതുകൊണ്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ നാളെ മുതൽ ആ ശത്രുക്കളുടെ വായ സ്വയം തന്നെ അടഞ്ഞോളൂ. അതായത് കർമ്മമേഖലയൊക്കെ വലിയ മിന്നിത്തിളങ്ങുന്ന ശോഭനമായ ഒരു ഭാവിയും നേട്ടവും ഒക്കെ നാളെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കിയവരുടെ മുൻപിൽ വരെ തലയുയർത്തി പിടിച്ചു നിൽക്കാൻ ഈശ്വരനായിട്ട് അവസരം തരുക. നിങ്ങളുടെ വലിയ കാര്യം കൊണ്ടല്ല, അത് ഭഗവാൻ നിങ്ങളുടെ സത്യസന്ധത കണ്ട് നിങ്ങൾക്ക് അവസരം ഭഗവാൻ തന്നെ തരികയാണ്. ജോലി സ്ഥലത്തായാലും ബിസിനസ്സിലായാലും വലിയൊരു വിജയം നാളെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിലും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ കാണുന്നില്ല. മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയി, എങ്ങോ പോയതാണ്, ഇന്നലെയും പോയതൊന്നുമല്ല, അതൊക്കെ തിരികെ വന്നു ചേരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിങ്ങം രാശിക്കാർക്ക് നാളെ ഒരു പുത്തൻ ഉണർവിന്റെ ദിവസമാകുന്നു. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേര് നക്ഷത്രവും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ പ്രാർത്ഥനയിൽ, അതായത് കാവിലമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ കാര്യം കൂടി അമ്മയുടെ അടുത്ത്, അമ്മയുടെ നടക്കൽ സമർപ്പിച്ചേക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി സമർപ്പിച്ചേക്കാം. അവിടെ നിന്ന് കിട്ടുന്ന പരിഹാരം എന്താണോ അതും നിങ്ങളുടെ പക്കൽ തന്നെ തീർച്ചയായും അഭിപ്രായങ്ങളായി കമന്റുകളായി രേഖപ്പെടുത്തും. ഇനി ഇവിടെ രണ്ടാമതായി രാജയോഗം സിദ്ധിക്കുന്നത് മീനം രാശിക്കാർക്കാണ്. അതായത് മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അറിയാമല്ലോ. പൂരുരുട്ടാതിയുടെ കാൽഭാഗം വരുന്നുണ്ട്, കൂടാതെ ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അല്പം വിഷമങ്ങൾ കൂടിയുണ്ട്. അതായത് ഇത്രയേറെ കഷ്ടപ്പാടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതിലൂടെയാണ് കടന്നു വന്നത്. അപ്പോൾ കരഞ്ഞു കലങ്ങാത്ത ദിവസങ്ങളില്ല. അത് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കരച്ചിലും കണ്ണീരും ദുഃഖവുമായിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധികളാണ്, കുടുംബ പ്രശ്നങ്ങൾ, ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. ഇനി ഒരു രക്ഷയുണ്ടോ ഈശ്വര എന്ന് വിളിച്ച് കരയാത്ത ദിനങ്ങളില്ല. മക്കളെയും കൂടി കെട്ടിപ്പിടിച്ചിരുന്ന് നിങ്ങൾ കരയുന്നുണ്ട്. ഒറ്റയ്ക്കായ ഒരു അവസ്ഥ. ചോദിക്കുന്നവരോ ഇനി ആരോട് ചോദിക്കാനില്ല പണം, അത്രയ്ക്ക് ഒരു അവസ്ഥ കഴിഞ്ഞു. എന്നാൽ കേട്ടോളൂ, നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാനുള്ള ഒരു സമയം അമ്മ ജഗദംബികയുടെ അനുഗ്രഹ നിമിത്തം വന്നു ചേർന്നിരിക്കുകയാണ്. നാളത്തെ ദിവസം മഹാലക്ഷ്മി രാജയോഗം നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെ ബാധിച്ചിരുന്ന ഇരുളിനെ മാറ്റി വെളിച്ചം കൊണ്ടുവരുന്നതാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകൾ എങ്ങോട്ടോ പോയി അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനം കുടുംബ സമാധാനമാണ്. സമാധാനമില്ലെങ്കിൽ ഇനി കുന്നുകൂടി ധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടും യാതൊരു ഫലവും കാണുകയില്ല. വീട്ടിൽ കലഹങ്ങളാണ്. അസ്വാരസ്യങ്ങൾ കൊണ്ട് പൊറുതുമുട്ടിയ നിങ്ങൾക്ക് നാളെ മുതൽ ഒരു ശാന്തി നിങ്ങളുടെ മനസ്സിന് വരണം. അതേപോലെ ഗൃഹത്തിനും വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ വീണവർക്ക് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുന്നതാണ്. ഭാര്യാഭർത്തൃ സ്നേഹങ്ങൾ വീണ്ടും വർദ്ധിക്കുന്ന സമയമാണ്. മാതാപിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ സന്തോഷിക്കാനായി ധാരാളം വകയുണ്ടാകുന്ന ദിവസം കൂടിയാണ്. മക്കളുടെ നേട്ടങ്ങൾ കണ്ട് അഭിമാനിക്കുവാൻ ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിലും അപ്രതീക്ഷിതമായ ധനലാഭത്തിന് സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ലോട്ടറി ഭാഗ്യത്തിലൂടെ അതല്ലെങ്കിൽ തീരെ പ്രതീക്ഷിക്കാതെ ഏതെങ്കിലും വ്യക്തികൾ സഹായിക്കുന്നത് വഴിയോ ഒക്കെ പണം കൈകളിൽ വന്നു ചേരാനും ആ കടക്കണിയിൽ, തൽക്കാലമുള്ള കടക്കണിയിൽ നിന്ന് ഒരു രക്ഷ ലഭിക്കുവാനും ഒക്കെ, ഒരു ആശ്വാസം ലഭിക്കാനും ഒക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മുടക്കു മുതൽ പോലും കിട്ടാതെ പൂട്ടിപ്പോകുമോ എന്ന് പേടിച്ച് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണെങ്കിലും നാളെ മുതൽ നിങ്ങൾക്കൊരു ലാഭത്തിന്റെ പാതയിലേക്ക് നീങ്ങാനായി സാധിക്കും. വരുമാനത്തിൽ വർധനവുണ്ടാകും. ഇനി ജോലിയില്ലാതെ അലയുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാകുമല്ലോ. പഠിച്ച് നല്ല പഠിത്തവും കഴിഞ്ഞ് ഒരുപാട് കാശ് ചെലവാക്കി കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ജോലിയില്ലാതെ വലയുന്ന ഒരുപാട് കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ നാളെ നിങ്ങൾക്ക് ശുഭവാർത്ത കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇന്റർവ്യൂവിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള തടസ്സങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ചില ആളുകൾ നിമിത്ത തടസ്സങ്ങളുണ്ട്. അതായത് വാക്കുകൾ കൊണ്ട് മോശം രീതിയിലെ പ്രചാരണം നടത്തി അങ്ങനെ ജോലിക്ക് തടസ്സം വന്നവരുമുണ്ട്. അപ്പോൾ നാളെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിലും മംഗളകരമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ചുരുക്കത്തിൽ മീനം രാശിക്കാരുടെ കുടുംബത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും
ഒരു നമ്മൾ പറയാറുണ്ട് വിളക്ക് ആ കരിപിടിച്ചിരുന്ന ഒരു വിളക്ക്, നല്ലൊരു വിളക്കാണ് സംഭവം, പക്ഷെ അത് ആകെ കരിപിടിച്ചിരുന്ന അവസ്ഥ. എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, എന്ത് ചെയ്താലും അങ്ങോട്ട് വെളുക്കാതിരുന്നൊരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയ്ക്കാണ് മാറാൻ പോകുന്നത്. അതായത് ഇനി സ്വയം ആ വിളക്ക് മിന്നി തിളങ്ങാൻ പോകുന്ന ഒരു സമയം എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ മുതൽ ആരംഭമാകാനായി പോകുന്നത്. ഇനി മൂന്നാമതായി ഭാഗ്യം കാത്തിരിക്കുന്നത് വൃശ്ചികം രാശിക്കാരെയാണ്. വൃശ്ചികം രാശിയിൽ വരുന്നത് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ദൗർഭാഗ്യങ്ങൾ പടിയിറങ്ങി നിങ്ങളിൽ നിന്ന് പോകുന്നതാണ്. നിങ്ങളുടെ എല്ലാവിധ നെഗറ്റിവിറ്റികളും നിങ്ങളിൽ നിന്ന് സ്വയമേവ പോകേണ്ട ഒരു സമയം കൂടിയാണ്. കാര്യതടസ്സങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒന്നിനും അങ്ങോട്ടൊരു വ്യക്തതയില്ലാത്ത അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നാളെ മുതൽ നിങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായ എല്ലാവിധ കാര്യങ്ങളും ഒരു അത്ഭുതം എന്നോണം നടക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് വിവാഹകാര്യമാണ്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും പല കാരണങ്ങൾ കൊണ്ട് കല്യാണം നടക്കാതെ നിൽക്കുന്ന അനവധി പേരുണ്ട്. അപ്പോൾ മക്കളുടെ വിവാഹം നടക്കാത്തത് വിഷമിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സന്തോഷിക്കാവുന്നതാണ്. നാളെ മുതൽ വിവാഹ കാര്യങ്ങളുടെ തടസ്സം നീങ്ങുകയും മംഗല്യഭാഗ്യം നിങ്ങളെ തേടി എത്തുകയും ചെയ്തതാണ്. നല്ല ആലോചനകൾ വരാനും അത് ഉറപ്പീരിലേക്ക് എത്താനും ഒക്കെയുള്ള സാധ്യത നാളത്തെ ദിവസം ഉത്തമമായി കാണുന്നുണ്ട്. അതേപോലെ ചില വസ്തു സംബന്ധമായ തർക്കങ്ങളോ കേസോ വഴക്കോ ഒക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ നിയമപരമായ നൂലാമാലകളിൽ പെട്ട് കുടുങ്ങിക്കിടക്കുന്നവർക്ക് നാളെ അനുകൂലമായ വിധി ഉണ്ടാകാൻ സാധ്യത കാണുന്ന ദിവസമാണ്. വസ്തുവകളിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടേണ്ട ഒരു സമയം. ഒരുപാട് നാളുകളായി കേസും വക്കാണുമായിട്ട് നടക്കുകയല്ലേ, ഇനിയൊരു സമാധാനം വന്നു ചേരേണ്ട സമയമായിട്ടുണ്ട്. സമാധാന കേടുകൾ നിങ്ങളുടെ വീടിനെ വിട്ടകലേണ്ട സമയമായിട്ടുണ്ട്. സുഹൃത്തുക്കളുമായി ചേർന്ന് ചില പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും. ബിസിനസ് തുടങ്ങണമെന്നതാണ് ഇന്നത്തെ കാലത്ത് എല്ലാ മനുഷ്യർക്കും ആഗ്രഹം. സ്വന്തമായിട്ട് എന്തെങ്കിലും വരുമാനം, അതായത് മറ്റുള്ള ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടും സ്വന്തം ഒരു ബിസിനസ് എന്നത് ഒരു മനുഷ്യന്റെ ആഗ്രഹം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറ ബിസിനസിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് നാളെ നല്ലൊരു ദിവസമാണ്. നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും വിജയം കൂടെ ഉണ്ടാകുന്നത് അത്യാവശ്യമാണ്. വീണ്ടും പറയുന്നു, പോസിറ്റീവ് ചിന്തനം മാത്രം മനസ്സിൽ വയ്ക്കുക. ഏത് പ്രവൃത്തി ചെല്ലുമ്പോഴും എനിക്ക് അറിയത്തില്ല, എനിക്കത് പരാജയം, ഞാൻ ഭാഗ്യമില്ലാത്തവന് എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, അത് പണ്ടുള്ളവർ പറയാറുണ്ട്, ഒരുത്തനെ മാത്രം നനച്ചുകൊണ്ടിരുന്നാൽ വരുന്നതെല്ലാം അതായിട്ട് തോന്നുന്നത്. അതുപോലെ നമ്മളൊരു നെഗറ്റിവിറ്റി നനച്ചുകൊണ്ടിരുന്നാൽ വരുന്നതെല്ലാം ദുശകരമായി മാറും. അതുകൊണ്ട് ആ നെഗറ്റിവിറ്റി ആദ്യം മനസ്സിൽ നിന്ന് പമ്പ കടത്തുക. അപ്പോൾ പണം പല വഴിക്ക് കയ്യിലേക്ക് വന്നു ചേരും. പണ്ട് ആർക്കോ കൊടുത്ത പണമുണ്ട്, അത് തിരിച്ചു കിട്ടാതെ, അതായത് ചിലപ്പോൾ അടുത്ത സുഹൃത്തായിരിക്കും, ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. എന്റെ ഒരു അറിവിൽ ഒരാളുണ്ട്, അതായത് സ്വന്തം വീട് വരെ പണയപ്പെടുത്തി കാശ് സുഹൃത്തിന് കൊടുത്തു. ഏറ്റവും അവസാനം ആ സുഹൃത്ത് പറ്റിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിവിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ അനുഭവപ്പെട്ട ആളുകൾക്ക് തടസ്സപ്പെട്ടു കിടക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതി ധനം പോലും കയ്യിലേക്ക് വന്നു ചേരാൻ നാളത്തെ ദിവസം ഭാഗ്യം കാണുന്നുണ്ട്. ധനം ആകർഷിച്ച് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ്. വൃശ്ചിക രാശിക്കാർക്ക് നാളെ സർവ്വ ഐശ്വര്യങ്ങളും ലക്ഷ്മി കടാക്ഷവും നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ്. കാര്യങ്ങൾക്കൊന്നും യാതൊരു പരാജയവും സംഭവിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായും സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ ഈ പറഞ്ഞ ചിങ്ങം, മീനം, വൃശ്ചികം എന്നീ രാശികളിൽ വരുന്ന 9 നക്ഷത്രക്കാർക്ക് നാളെ ജനുവരി 4 ഞായറാഴ്ച മഹാലക്ഷ്മി രാജയോഗം പൂർണ്ണമായി അനുഭവത്തിൽ വരുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി ഫലിക്കേണ്ടത് നിങ്ങൾക്ക് വിശ്വാസം കൂടുതൽ വർദ്ധിക്കുന്നതിന് സഹായിക്കും. ആദ്യം തന്നെ ഈശ്വര വിശ്വാസം കൂടുതലായി മനസ്സിലേക്ക് കൊണ്ടുവരൂ. മനസ്സിൽ എപ്പോഴും ചില മന്ത്രങ്ങൾ, അതായത് നമ്മൾ പറയാറുണ്ട്, നമ്മുടെ മനസ്സിലേക്ക്, മനുഷ്യന്റെ മനസ്സ് അത് പോസിറ്റീവും നെഗറ്റീവും നിറഞ്ഞതാണ് മനസ്സ്. അപ്പോൾ നമ്മൾ പോസിറ്റീവിലേക്ക് എങ്ങനെ കേന്ദ്രീകരിക്കും നമ്മുടെ മനസ്സിലെ എന്ന് ചോദിച്ചാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമുക്ക് ഏതൊരു മനുഷ്യനും ഇഷ്ടദേവനുണ്ട് അല്ലെങ്കിൽ ഇഷ്ടദേവിയുണ്ട്. ആ ദേവി ദേവന്മാരുടെ മന്ത്രങ്ങളെ ഏതെങ്കിലും ഒന്ന് നമ്മൾ കരഗതമാക്കി എടുക്കുക. അതായത് കാണാപ്പാഠം പഠിക്കുന്നു പറയാറില്ലേ, അതേപോലെ പഠിച്ച് മനസ്സിലാക്കി അങ്ങ് വെക്കുക. വെച്ച് കഴിഞ്ഞ് നമുക്കൊരു വിഷമം വരുമ്പോൾ ആ മന്ത്രം മനസ്സിൽ ജപിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് തവണ അങ്ങനെ ആയി കഴിയുമ്പോൾ മനസ്സ് അത് പഠിക്കും. നമ്മൾ ഉദാഹരണത്തിന് പുതിയൊരു സിനിമാ പാട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 തവണ കേട്ട് കഴിഞ്ഞാൽ 3ാമത്തെ തവണ ഉറക്കത്തിൽ വിളിച്ചാലും അത് ചോദിച്ചാൽ ആളുകൾ പറയും. എന്തുകൊണ്ട്? അത് നമുക്ക് താല്പര്യമുള്ളത് കൊണ്ട് നമ്മൾ അതിനെ കരഗതമാക്കാനെങ്കിൽ നമ്മളത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. പഠിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാപ്പാഠം പഠിച്ചു എന്നല്ല, അല്ലാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത് എത്തി. എന്തുകൊണ്ട്? നമ്മൾക്ക് അത് താല്പര്യം ഉള്ളത് കൊണ്ട്. അതേപോലെ തന്നെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഒരു ജീവിതത്തിന് വിജയം മന്ത്രണം എന്നതുപോലെ ഞാൻ പറഞ്ഞു തരികയാണ്. എപ്പോഴും ഏത് ദേവതയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, ആ മൂർത്തിയുടെ ഏറ്റവും ലളിതമായ ഒരു മന്ത്രം പഠിച്ചങ്ങോട്ട് ബൈ ഹാർട്ട് ആയിട്ട് വെക്കുക. ഒരു വിഷമം വരുമ്പോൾ
വരുമ്പോൾ 10 പേരെ ഓടിച്ചെന്ന് വിളിക്കുന്നതിന് പകരം ആ മന്ത്രം മനസ്സിലേക്ക് പകർത്തിക്കൊണ്ട് ആ മന്ത്രം ഇങ്ങനെ ജപിക്കുമ്പോൾ നിങ്ങൾക്ക് 100 ആളുകളുടെ ശക്തി സ്വയം തന്നെ ഭഗവാൻ തരും. എന്റെ അറിവിൽ നിന്നുള്ള, എനിക്ക് അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഞാൻ എങ്ങനെ നിന്നും കട്ടെടുത്ത് മോട്ടിച്ച് പറയുകയല്ല, എന്റെ അനുഭവത്തിലൂടെ. അതുകൊണ്ട് തന്നെ എനിക്കത് ധൈര്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. ഈ പറയുന്ന വീഡിയോ കേൾക്കുന്ന ഒരാളെങ്കിലും അതൊന്ന് ശ്രമിച്ചു നോക്കൂ. അത് എന്റെ വിജയം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞത് ഒരാളിലെങ്കിലും പ്രാവർത്തികമായി എടുക്കാൻ സാധിച്ചുവല്ലോ എന്നൊരു ചാരിതാർത്ഥ്യം കൂടി ഉണ്ടാകും. ഇത് സത്യത്തിന്റെ പാതയിലൂടെ പറയുകയാണ്. നിങ്ങൾ ഒരു മന്ത്രം അങ്ങനെ ഒന്ന് പഠിച്ചു നോക്കൂ. ഒരു വിഷമം വരുമ്പോൾ ആ മന്ത്രത്തിൽ മുറുകെ പിടിച്ച് ഭഗവാനെ എന്നൊന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് സാക്ഷാൽ ഭഗവാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ നാളത്തെ ദിവസം ഈ ഗുണകരമായ ഫലങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ മനസ്സിൽ ഇനിയും ദൈവത്തോടും ആത്മീയതയോടും കൂടുതൽ താല്പര്യവും ആവേശവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു ദുഃഖവും ഉണ്ടാകത്തില്ല. ഒരു ശത്രുവും നിങ്ങളുടെ 7 അയലത്ത് വന്ന് നിങ്ങളെ തൊടാനോ നിങ്ങളെ പറ്റി ചിന്തിക്കാനോ ധൈര്യപ്പെടുകയില്ല. ഇത് വാക്കാണ്, സത്യമാണ്. ഏവരും നന്നായി വരിക. എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.